കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളിൽ വി.ഡി. സതീശന് മുസ്ലിം ലീഗിന്റെ പിന്തുണ. സർവേകളിൽ വി.ഡി. സതീശന് ലഭിക്കുന്ന പിന്തുണ ജനങ്ങളുടെ അഭിപ്രായമെന്നാണ് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അല്പം മുമ്പ് വാർത്താലേഖകരോട് പറഞ്ഞത്. ജനവികാരം പരിഗണിച്ചാകും UDF തീരുമാനമെടുക്കുകയെന്നും സാദിഖ് അലി തങ്ങൾ പറയുന്നു. അതങ്ങനെ തന്നെയാണല്ലോ, ആളുകൾ ആ രീതിയിൽ വിലയിരുത്തുന്നു. ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എക്സിറ്റ് പോളിൽ തന്നെയാണല്ലോ വന്നിട്ടുള്ളത്. അതിപ്പോൾ ഞങ്ങൾ അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണല്ലോ തീരുമാനിക്കേണ്ടത്. അവർ ജനവികാരത്തെയൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. കോൺഗ്രസ് ആണല്ലോ UDF നിലനിർത്തുന്നതിൽ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കേണ്ടത്. അപ്പോൾ UDF നിലനിർത്തുന്ന കാര്യത്തിലും ഭരണം മെച്ചപ്പെടുന്ന കാര്യത്തിലൊക്കെ കോൺഗ്രസിന് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അർഹതപ്പെട്ടത് ലീഗിന് കിട്ടും, അത്രേ ഉള്ളൂ. ഞങ്ങൾ അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. നേരത്തെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും വി.ഡി. സതീശന് അനുകൂലമായ അഭിപ്രായം ഉയർന്നിരുന്നു. UDF അധികാരത്തിലെത്തിയാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. നിഖിൽ പ്രമേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം മലപ്പുറത്ത് നിന്ന് ചേരുന്നു. പറയൂ നിഖിൽ, ഗുഡ് മോർണിംഗ്. വി.ഡി. സതീശനുള്ള പിന്തുണ ഒരിക്കൽ കൂടി മുസ്ലിം ലീഗ് ഊട്ടിയുറപ്പിക്കുകയാണ് ഇന്നത്തെ സാദിഖ് അലി തങ്ങളുടെ പ്രതികരണത്തിലൂടെ. അദ്ദേഹം പറയുന്നത് ജനവികാരമാണ് ഈ എക്സിറ്റ് പോളിലൂടെ പ്രതിഫലിച്ചത്. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശന് കൂടുതൽ പിന്തുണ ലഭിക്കുന്നത് എക്സിറ്റ് പോളിലൂടെ നമ്മൾ കണ്ടതാണ്. അത് ജനവികാരമാണ്. അതേ വികാരമായിരിക്കും, അത് പരിഗണിച്ചായിരിക്കും ഹൈക്കമാൻഡിന്റെയും തീരുമാനം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒരു പക്ഷേ മുസ്ലിം ലീഗ് അവരുടെ സംസ്ഥാന യോഗത്തിൽ നൽകിയിട്ടുള്ള പിന്തുണ അത് അല്പം കൂടി ഊട്ടിയുറപ്പിക്കുന്നതാണ് ഇന്നത്തെ സാദിഖ് അലി തങ്ങളുടെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും എക്സിറ്റ് പോളിന്റെ വലിയ പ്രതീക്ഷയിലാണ് മുസ്ലിം ലീഗും നോക്കിക്കാണുന്നത്. അവർ വലിയ ആത്മവിശ്വാസം അതിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. എല്ലാ സർവേകളും, അതായത് ഒന്നൊഴിയാതെ എല്ലാ സർവേകളും UDF വിജയം ഭരണം കിട്ടുമെന്ന് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ അത് ഉറപ്പായും ഉണ്ടാകും. പക്ഷെ അതിനേക്കാൾ മികച്ച, ഇപ്പോൾ ഒരു 80-അടിയിൽ സീറ്റുകളൊക്കെയാണ് സർവേകളിലെല്ലാം തന്നെ പ്രഖ്യാപിക്കപ്പെടുന്നത്. അതിനേക്കാൾ മികച്ച സീറ്റിംഗ് നില, അതിനേക്കാൾ മികച്ച സീറ്റുകൾ ഇത്തവണ UDF ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാനുള്ളത് മുസ്ലിം ലീഗ് നേതാവ് KN ഖാദറിന്റെ ആത്മകഥ വ്യാകരണമില്ലാത്ത ജീവിതം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിലാണ്. ഇവിടെ ഇന്ന് വി.ഡി. സതീശനടക്കം പങ്കെടുക്കുന്നുണ്ട്. വി.ഡി. സതീശനാണ് ഇത് പ്രകാശനം ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം എത്തിച്ചേരും. ഈ വ്യാകരണമില്ലാത്ത ജീവിതം എന്ന KN ഖാദറിന്റെ ആത്മകഥയിലെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നതാണ്. അദ്ദേഹം നമുക്കൊരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ നൽകുകയും അതിലൂടെ നമ്മൾ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ശ്രീ KN ഖാദറിനോട് നമുക്ക് ഇന്നലെ പുറത്തു വന്നിട്ടുള്ള ഈ എക്സിറ്റ് പോളുകളെ കുറിച്ച് സംസാരിക്കാം. എന്തായാലും അങ്ങയുടെ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ഒരുപാടധികം ആളുകളിലേക്ക് അത് എത്തട്ടെ, എല്ലാവിധ ആശംസകളും നേരുകയാണ്. എക്സിറ്റ് പോൾ ഇന്നലെ പുറത്തു വന്നത് എല്ലാം തന്നെ UDF വലിയ വിജയം പ്രഖ്യാപിക്കുന്നതാണ്. അങ്ങ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതിനേക്കാൾ മികച്ച, അതായത് ഒരു 70-80 ഇപ്പോൾ സീറ്റുകൾ പ്രഖ്യാപിക്കപ്പെടുന്നത്, അതിനേക്കാൾ മികച്ച വിജയം ഉണ്ടാകുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ ഇതിനു മുമ്പ് നിഖിൽ പ്രമേശ് എൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് 85-നും 90-നിടക്ക് സീറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഐ എക്സ്പെക്ട് സോ, അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് അപ്രതീക്ഷിതമായി യാതൊന്നുമില്ല. UDF അനുകൂലമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തോടു കൂടി UDF അധികാരത്തിൽ വരും. അപ്പം നമ്മളിപ്പോൾ ഈ ദിവസം 85-90 എന്നൊക്കെ പറഞ്ഞാലും അവിടെ നിന്നോളണമെന്നില്ല. ഏതായാലും വല്ലാതെ താഴോട്ട് പോവില്ല, നല്ല ഒരു വിജയം ഉണ്ടാവും. ലീഗിന് വലിയ ആത്മവിശ്വാസമാണ്. ലീഗിന് പൂർണ്ണമായും ആത്മവിശ്വാസമാണ്. ലീഗിനും 22-23 സീറ്റ് വരെ ജയിക്കാനുള്ള സാധ്യതകളുണ്ടെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങയുടെ വ്യാകരണമില്ലാത്ത ജീവിതം വായിച്ചു തുടങ്ങി. ഒരുപാട് ആളുകളിലേക്ക് അത് എത്തട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു ശ്രീ KN ഖാദർ. അപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ലീഗ് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇന്നിപ്പോൾ രാവിലെ സാദിഖ് അലി തങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു 23 സീറ്റുകൾ വരെ, അതായത് 27 സീറ്റുകളിലാണ് ആകെ ലീഗ് മത്സരിച്ചത്. അതിൽ 20 മുതൽ 23 വരെ സീറ്റുകൾ ഉറപ്പായും ലഭിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഒരുപക്ഷെ 16 ഔട്ട് ഓഫ് 16 സീറ്റുകൾ ലഭിച്ചാലും അതിൽ അത്ഭുതപ്പെടാൻ കഴിയില്ല. അത്ര സീറ്റുകളിൽ വരെ വിജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം കൂടി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ വേദിയിൽ ഇനി അല്പസമയത്തിനകം വി.ഡി. സതീശൻ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ കൂടി ചടങ്ങിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അവരെല്ലാവരും എക്സാറ്റ് പോൾ എക്സാറ്റ് പോളായി മാറുമോ എന്നുള്ള കാര്യത്തിൽ ഒരു പ്രതികരണം ഇവിടെ വെച്ച് നടത്തും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. സ്കാൻ എന്തായാലും ആദ്യ പ്രതികരണം, മുസ്ലിം ലീഗിൽ നിന്ന് ആദ്യ പ്രതികരണം പുറത്തു വരുന്നത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടേതാണ്. അദ്ദേഹം ഈ എക്സിറ്റ് പോളുകൾ യാഥാർത്ഥ്യമാകും, അതിനേക്കാൾ മികച്ച വിജയമുണ്ടാകും. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.